ചൈനയിൽ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള ഭൂമി ഏറ്റെടുക്കാം. അവിടെ താമസിക്കുന്ന ആൾക്കാരെ എപ്പോൾ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും മാറ്റാം. ഗവൺമെൻറ്റിന് ആരോടും ചോദിക്കണോ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് പൊതുവെ ഉള്ള ആൾക്കാരുടെ ധാരണ. ചൈനയുടെ പുറത്തുള്ള രാഷ്ട്രീയക്കാരും എക്സ്പേർട്സും പറയുന്നത് ഇത് തന്നെ. എന്നാൽ ശരിക്കും ഇങ്ങനെയാണോ? ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നത് ലോക്കൽ ഗവൺമെൻറ് ആണ്, അല്ലാണ്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ല. അത് ഏറ്റെടുക്കാൻ കുറേ നിയമങ്ങളും ഉണ്ട്. ഗവൺമെൻറ്റിന് തോന്നിയ പോലെ പോയി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഏരിയ ഗവൺമെൻറ് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചോ, ഫസ്റ്റ് തന്നെ ഗവൺമെൻറ് ചെക്ക് ചെയ്യുന്നത് അവരുടെ ഹൂക്കോ കാർഡാണ്. ഹൂക്കോ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ് തന്നെ. ആ ഹൂക്കോ കാർഡിൽ എത്ര കുടുംബങ്ങളുണ്ടെന്ന് നോക്കും. ഇപ്പോൾ അച്ഛൻ, അമ്മ ഒരു കുടുംബം, മോൻ ഉണ്ടെങ്കിൽ മോൻ്റെ ഭാര്യയും കുട്ടിയും വേറൊരു കുടുംബം, പിന്നെ അവർ താമസിക്കുന്ന വീടിൻ്റെ ഏരിയ, അതൊക്കെ വെച്ച് അവരൊരു കമ്പൻസേഷൻ തീരുമാനിക്കും. ആ കമ്പൻസേഷൻ്റെ വാല്യൂ പൊതുവെ ആരും റിജക്റ്റ് ചെയ്യാറില്ല. അത് ഗവൺമെൻറ്റിനെ പേടിച്ചല്ല, കാരണം അവർ തന്നെ വാല്യൂ അത്രയ്ക്ക് കൂടുതലായിരിക്കും. ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ വീട് കണ്ടോ, ഇത് എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ വീടാണ്. ഇൻറ്റീരിയർ ഡെക്കറേഷനും ഫർണിച്ചറും കൺസിഡർ ചെയ്യേണ്ട, കാരണം അത് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഈ അപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഇവർക്ക് കമ്പൻസേഷൻ ആയിട്ട് കൊടുത്തതാണ്. ഇത് കൂടാതെ വേറൊരു അപ്പാർട്ട്മെൻറ്റ് കൂടി കിട്ടി, അതിപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കാണ്. ഇവരുടെ പഴയ വീടിൻ്റെ ഹൂക്കോയിൽ മൊത്തം 2 കുടുംബങ്ങളുണ്ടായി, ചേച്ചിയും ഭർത്താവും കുട്ടിയും പിന്നെ അച്ഛനമ്മയും. പഴയ വീടിൻ്റെ വില ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 50 ലക്ഷം. എന്നാൽ 2 കൊല്ലം മുമ്പ് കിട്ടിയ ഈ 2 അപ്പാർട്ട്മെൻറ്റ് വില ഏകദേശം 2 കോടി. ഈ 2 അപ്പാർട്ട്മെൻറ്റ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ വില ഇനിയും കൂടിയിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയ ഭാവിയിൽ വല്ല അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പബ്ലിക് പാർക്കായിട്ട് മാറും. അപ്പോൾ ഇവരൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടത് ഇതുപോലത്തെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റിലാണ്. ചൈന 80 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വീട് കിട്ടുന്നത് നറുക്കെടുത്തിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടമുള്ള ഫ്ലോറോ ബിൽഡിങ്ങിലോ കിട്ടണമെന്നില്ല. ഇവളുടെ ചേച്ചിക്ക് കിട്ടിയേക്കുന്ന വീടിനോട് ചേർന്ന് തന്നെയാണ് മോള് പണിയണത്. ഈ മോള് പണിത് തീർന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ വില ഇനിയും കൂടും. ചേച്ചിയുടെ വീടിൻ്റെ കമ്മ്യൂണിറ്റി അടിപൊളിയാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന വീടുകൾ പൊതുവെ പാവപ്പെട്ടവരുടെ ആയിരിക്കും. ഇവർക്ക് സ്ഥലത്തിൻ്റെ 3-4 മടങ്ങ് കൊടുത്താൽ സന്തോഷം തന്നെ. ചൈനയിൽ പൊതുവെ ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 99% ആൾക്കാർക്ക് സന്തോഷമാണ്. പിന്നെ 1% എന്ത് കൊടുത്താലും പഴയ വീട് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ. അവരൊക്കെ ഗവൺമെൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല. പോലീസിനെ കൊണ്ട് ഇടിക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. അടിപിടിയായി എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനാണ് റെസ്പോൺസിബിലിറ്റി. അത് കാരണം വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് സ്ഥലത്ത് ഇതുപോലത്തെ വീടുകൾ കാണാം. ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. അല്ലാണ്ട് മീഡിയയിലും യൂട്യൂബിലും ഒന്നും പറയണ പോലെയല്ല. ശരിക്കും ഇത്രയും കാലമായി ബ്രെയിൻ വാഷ് ചെയ്തത് ചൈനക്കാരെയല്ല, നമ്മളെയാണ്.